സംവിധാനം അതായത് ഈ ഞാൻ അടി നാടകം ആരംഭിക്കുന്നു. മുതലാളി മുതലാളി രംഗത്ത് മുതലാളിന്ന് നീ എന്നെ ചുമന്നെടുപ്പ് തള്ളി വിടാണിങ്ങൾ അങ്ങോട്ട് വരില്ല അങ്ങോട്ട് അങ്ങോട്ട് പോ മൈക്കില് 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 മൈക്കിലേക്ക് വരെ നാടകം പൊളിക്കില്ല. ഇവനൊക്കെ നാടകവും വിളിക്കും. ഇങ്ങോട്ട് വാ, ഡയലോഗ് ഓർമ്മയില്ല, ഒന്നും തെറ്റിക്കരുതിട്ടാ. നേരെ നിൽക്ക് നേരെ നിൽക്ക്. ചിരിക്കുന്നു. അയ്യോ പഴം പുഴുകിയ ചിരി ഇരിക്കാനല്ല പറഞ്ഞു. അട്ടഹസിക്കുന്നു. എന്താ അട്ട 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 അട്ടഹസിക്കാൻ എങ്ങനെയത്? അടിപൊളി അടിപൊളി. അത് ഇവിടെ പറഞ്ഞാന്ന്. ഉലാത്തുന്നു. ഉലാത്താൻ എങ്ങനെയത്? ഫ്ലോട്ട് കൊടുക്കണ കാര്യമല്ല, സ്റ്റില് അനങ്ങാതെ നിൽക്കാൻ. മകള് വരുന്നു. മകള് ഞാനാണ്. എല്ലാം നീയാണ്. മകള് വാ വാട പോടാ. നീ അച്ഛനാണ്. അച്ഛനൊക്കെ മോളാണ്. പെണ്ണ് വരുന്ന പെണ്ണ് തള്ളി വിടാവ നിങ്ങൾ. മൂന്ന് വട്ടം രക്ഷിക്കണം മുതലാളി. പെണ്ണുമ്പോൾ അതല്ല പറഞ്ഞു 3 പ്രാവശ്യം പറയാൻ. രക്ഷിക്കണം മുതലാളി രക്ഷിക്കണം രക്ഷിക്കണം മുതലാളി രക്ഷിക്കണം രക്ഷിക്കണം മുതലാളി രക്ഷിക്കണം. മുതലാളിയുടെ മുഖത്ത് പുച്ഛം. മുതലാളിയുടെ മുഖത്ത് എന്നാണ് പുച്ഛം? എങ്ങനെയത്? 3 കൊല്ലം മുമ്പ് ഇവിടെ ജോലിക്ക് നിന്ന ഞാൻ 3 വർഷമായി ഞാൻ ഇവിടെ ജോലി നോക്കുന്നു. ഇപ്പോൾ ഞാൻ 6 മാസം ഗർഭിണിയാണ്. എന്റെ വയറ്റിൽ വളരുന്ന രാജമോൻ എപ്പോഴും എന്നോട് ചോദിക്കും എന്റെ അച്ഛൻ ആരാണെന്ന്. അപ്പോൾ ഞാൻ പറയും നീ മാറി നിൽക്കുന്ന മുതലാളിയാണെന്ന്. ഇല്ലാത്ത ഗർഭത്തിന്റെ പേര് പറഞ്ഞ് എടാ ഒന്ന് ആവേശത്തിൽ പറയണം. ഇല്ലാത്ത ഗർഭത്തിന്റെ പേര് പറഞ്ഞ് മുദ്രാവാക്യം വേണ്ട, പയ്യെ പറഞ്ഞാൽ മതി. ഇല്ലാത്ത ഗർഭത്തിന്റെ പേര് പറഞ്ഞ് മാന്യന്മാരെ ആക്ഷേപിക്കാൻ നോക്കുന്നത്. അക്ഷരത്തിന്റെ അക്ഷരം മാറ്റാൻ പറ്റുമോ? അങ്ങനെ എഴുതി വെച്ചാൽ മാറ്റം. മാന്യന്മാരെ ആ പറഞ്ഞതുപോലെ ആക്കാൻ ശ്രമിക്കുന്നത്. നിനക്കൊരു ഫാഷൻ അല്ലേടി. നിലാവുള്ള രാത്രിയിൽ മാവിൻ ചുവട്ടിൽ നിന്നെയും നോക്കി ഞാൻ കാത്തിരുന്നപ്പോൾ കൊണ്ടും തലയിൽ മുല്ലപ്പൂവും വെച്ച് എന്നെ കാണാൻ ഓടി വന്ന എന്റെ അരികിലേക്ക് ഓടിയാണെന്ന് മന്ദസ്മിതമേ നിന്നെ വാരിപ്പുണരുവാനായി എന്റെ കൈകൾ കൊതിക്കുകയാണ്. എല്ലാവരും നോക്കണ്ടോ? ചേച്ചിയൊക്കെ നോക്കണേ. മുതലാളി മാത്രം നിന്നാ മതി. അച്ഛൻ വരുന്നു. ഞാനാണ്. എല്ലാം നീയാണ്. പണ്ടരാണ് അച്ഛൻ. നിങ്ങളുടെ വാഴ എന്റെ ഷർട്ട് ഇട്ടുണ്ട് തന്നെ. മുതലാളി വെളി കേൾക്കുന്നു. മീൻകാരെയൊക്കെയാണല്ലോ ഞാൻ നിർത്തിയേക്കണേ. ഓ ആൽഫ്രഡ് വിൽഫ്രഡ് ഡിസൂസ. ആൽഫ്രഡ് വിൽഫ്രഡ് ഡിസൂസ. ഇത് ഞാൻ പറയുന്നു പറഞ്ഞല്ലേ. ഗോപി. ഗോപി അല്ല, PK ഗോപി. വന്നതിന്റെ ഉദ്ദേശം 3 വർഷങ്ങൾക്ക് മുമ്പോട് ജോലിക്ക് നിന്നിരുന്ന എന്റെ മകളെ 6 മാസം ഗർഭിണിയാക്കിയ ദുഷ്ട, നിന്നോട് ഞാൻ പകരം ചോദിക്കും. എന്റെ മോളെ ഗർഭിണിയാക്കിയതും പോരാഞ്ഞിട്ട് അട്ടഹസിക്കുന്നോടാ ദുഷ്ട. നിന്ന് അത്തളപുത്ര പുട്ട. അട്ടഹസിക്കുന്നോടാ ദുഷ്ട. നിന്ന് ആ പറഞ്ഞത് ഹസിക്കുന്നോടാ ദുഷ്ട. ചാടി വീഴുന്നു. ചാടി വീഴുന്നു. ചാടി വീഴണം. ചാടുന്നു വീഴുന്നു. മുതലാളിയുടെ കഴുത്തേക്ക് ചാടി വീഴ. ചാടുന്നു വീഴുന്നു. കഴുത്തിൽ കുത്തിപ്പിടിക്കുന്നു. അമ്മേ എന്റെ ദൈവമേ, നിന്റെ മുതലാളിയുടെ കഴുത്തിൽ കുത്തിപ്പിടിക്കുന്നു. അയ്യോ മുതലാളി തോക്ക്. ഞാൻ തോക്കൂല, ഇവൻ തോക്കട്ടെ. തോക്കെടുക്കാൻ. അയ്യോ തോക്കെടുത്തിട്ടില്ല. ഇവന്മാര് നാടകം പൊളിക്കുള്ളൂ. അവിടെ ഞാൻ കൊണ്ടുതരാം. ഞാൻ കൊണ്ടുതരാം. ആൾക്കാർ കാണാതെ ഞാൻ കൊണ്ട് തന്നോളാം. ആൾക്കാർ കാണാതെ തോക്ക് ഞാൻ കൊണ്ട് തന്നോളാം. ആൾക്കാർ കാണാതെ തോക്ക് ഞാൻ കൊണ്ട് തന്നോളാം. ആര് കണ്ടിട്ട് വെടിവെക്കുന്നു. മരിച്ചു വീഴുന്നു. നീ മരിച്ചു വീഴാ. ഞാൻ മരിച്ചു വീഴാ. ചിരിക്കുന്നു.
മുതലാളി 3 വർഷത്തിൽ കൂടെ ജോലിക്ക് നിന്നിരുന്ന എന്റെ പൊന്നുമങ്ങളെ ഗർഭിണിയാക്കിയത് പോരാഞ്ഞിട്ട് അത് ചോദിക്കാൻ വന്ന എന്റെ പൊന്നച്ഛനെ വെടിവെച്ച് കൊന്ന ദുഷ്ട, നീ നശിച്ചു പോകും. നിന്റെ വെടിയുണ്ടേറ്റ് ഇവിടെ മരിച്ചു കിടക്കുന്ന എന്റെ പൊന്നച്ഛൻ ഇവിടെ പോയി. അവിടെ ഭയങ്കര ഉറുമ്പാടെ കാരണം ഞാൻ ഇങ്ങോട്ട് മാറി ഞാൻ മാറ്റി പറഞ്ഞു. ഉറുമ്പ് കടിയെ സഹിക്ക വയ്യാതെ ഇവിടെ നിന്നും മാറി അവിടെ മരിച്ചു കിടക്കുന്ന എന്റെ പൊന്നച്ഛനെ കൊന്ന ദുഷ്ട, നീ നശിച്ചു പോകും. പെങ്ങളെ സൗവർണികേ, പെങ്ങളെ സൗവർണികേ, വേണ്ട വേണ്ട പെങ്ങളെ സൗവർണികേ. നിന്റെ അമ്മയുടെ അവസാനത്തെ ആഗ്രഹമായിരുന്നു മോളെ നീ ഒരു ഗർഭിണിയായി കാണുക, കുടുംബിനിയായി കാണുക. പറയൂ മോളെ, ഇതെങ്ങനെ സംഭവിച്ചു? ഒരു തണുത്തു മരവിച്ച കറുത്ത രാത്രിയിൽ മുതലാളിയുടെ വീട്ടിൽ ഞാൻ TV കാണാൻ പോയി. ഏഷ്യാനെറ്റിലും കൈരളിയിലും സൂര്യയിലും കോമഡി ഷോ കണ്ടുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്നാണ് മുതലാളി ഫാഷൻ ചാനൽ ഇട്ടത്. അരുതി അരുതി എന്ന് ഞാൻ ആവർത്തിച്ചു പറഞ്ഞു. മുതലാളി കേട്ടില്ല, എന്നെ നിർബന്ധിച്ച് ഫാഷൻ ചാനൽ കാണിച്ചു. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല ചേട്ടാ. ഇതിൽ നിന്നും എനിക്കൊരു കാര്യം മനസ്സിലായി. ഇവിടെ തെറ്റിയത് ഈ മുതലാളിയല്ല, ഞാൻ പറഞ്ഞില്ല, എന്റെ പൊന്ന് പെങ്ങളുമല്ല. ഇവിടെ തെറ്റിയത് ആ ചാനലുകാരാണ്. അതുകൊണ്ട് എനിക്ക് ഈ സമൂഹത്തോട് ഒന്നേ പറയാനുള്ളൂ, ഇനി മേലാൽ നിങ്ങളുടെ വീട്ടിലുള്ള പ്രായപൂർത്തിയായ പെൺകുട്ടികളെ അടുത്ത വീട്ടിൽ TV കാണാൻ പറഞ്ഞയച്ചാൽ നിങ്ങൾക്കും ഇത് സംഭവിക്കും. എനിക്കൊരു സംശയം.